എന്തുട്ടടിയേ സ്ലാങ്ങിലൊരു നീ എവിടെയൊക്കെ നോക്കിക്കണേ? തൃശ്ശൂരൊക്കെ വന്നില്ലേ, ഇനി തൃശ്ശൂർ സ്ലാങ്ങിലങ്ങ് സംസാരിച്ചു കളയാന്ന് വിചാരിച്ച്. അത് കൊള്ളാലോ. നമുക്കൊരു ചായം കാച്ചിയാലോ? ഒരു പഴംപൊരി ആവാന്നേ. എന്നാ പാപ്പോ ഇതേത് സ്ലാങ്? നമ്മളെ കൊണ്ട് കൂടിയാ കൂട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തൃശ്ശൂർകാരെയൊക്കെ ഒന്ന് കണ്ട് അവരോട് രണ്ട് വാക്കൊക്കെ സംസാരിച്ച് തൃശ്ശൂർ സ്ലാങ് അങ്ങ് പിടിക്കാം. നോക്കാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. എക്സ്ക്യൂസ് മീ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തരുമോ അളിയാ? അവരോട് ചോദിച്ചാലോ? ചേച്ചി, നിങ്ങൾ എവിടുത്തെ വരെ? ഞങ്ങളിവിടെ തൃശ്ശൂര്. തൃശ്ശൂരാ? അപ്പൊ ഞങ്ങക്ക് തൃശ്ശൂർ ഭാഷയിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുമോ? എന്തിട്ടാ പറയണ്ടേ? ചേച്ചി, നമ്മള് തൃശ്ശൂർ സ്ലാങ് പഠിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. നമ്മള് ചില വാക്കുകൾ ചോദിക്കുമ്പോ നിങ്ങൾ തൃശ്ശൂരിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സ്ലാങ് ഉണ്ടെങ്കിൽ അതും പറയാം. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഗഡിയെന്നൊക്കെ വിളിക്കുന്ന ആരെയാ? ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും ഗഡിന്ന് തന്നെ വിളിക്കുക. ഫ്രണ്ട്സിനെയും അച്ഛനെയും അമ്മേനെയും വേറെ വിളിക്കുക. ചിലപ്പോ ഗഡി ഷോർട്ടാക്കി പറയും ഞങ്ങള്. എന്തുട്ടത് അങ്ങനെ എന്തൊരു ചൂടത് ചൂട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. കലോത്സവം അടിപൊളിയല്ലേ? ഞങ്ങളുടെ തൃശ്ശൂര് തേക്കിക്കാട് മൈതാനിയിൽ കണ്ടില്ലേ നിങ്ങള്? എന്തെന്റെ ഇഷ്ട എന്തിട്ട് പറയണ നിങ്ങള്? വീട്ടിലും കുറിക്കലും ഒക്കെ ഉണ്ടാവും തൃശ്ശൂര് ഭാഷയില്. എന്തുട്ട ഇഷ്ട നിന്നെ കാണാനില്ലല്ലോ, നീ എവിടെയാണ്, ഹലോ അഡാവേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഭാഷയുണ്ട്. പിന്നെ പക്ക കുറച്ച് നിന്നിട്ടുള്ള ആ ഗഡേ എവിടേക്ക് പോണേ എന്നുള്ള രീതിയിലുള്ള ഒരു നീട്ടലുള്ള ഭാഷ. പിന്നെ ചില സ്ഥലത്ത് ഒരു കുറിക്കലുള്ള ഭാഷ. അങ്ങനെ നീട്ടലും കുറിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഷയാണ് സങ്കരയിന ഭാഷ എന്ന് പറയുന്നത്. ഈ ഗഡിന്നൊന്നും വിളിക്കൂല? ഗഡിയിലെ ഡാവ് എന്നൊക്കെ നമ്മ പറയാം. ഞങ്ങൾ ടിവിയിലൊക്കെ കാണാലോ. ഇപ്പൊ ശരിയായിട്ട്